പലതരം ചിലവുകളെക്കുറിച്ച് അറിയുവാൻ നിങ്ങൾ കൗതുകം കാട്ടിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുടെ പാർലമെന്റിന്റെ പ്രവർത്തന ചെലവിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഈ കണക്ക് ആയിരത്തിന്റെയും പതിനായിരത്തിന്റെയും അല്ല. ഇത് ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്കാണ്. നമ്മുടെയൊക്കെ ഓരോ മാസത്തെ ചിലവും ഒരു ദിവസത്തെ ചിലവും ഒക്കെ നാം കണക്ക് കൂട്ടാറുണ്ട്. എന്നാൽ ഓരോ മിനിറ്റിലെയും ചിലവ് കണക്കാക്കുന്നത് അപൂർവമാണ്. എന്നാൽ പാർലമെന്റിന് ഓരോ മിനിറ്റിലും വരുന്ന ചിലവ് കണക്കാക്കുവാനും കഴിയും. അത് 2.5 ലക്ഷം രൂപയാണ്. കേരള ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം നേടി ജീവിതം സുസ്ഥിരമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. കേരള ഭാഗ്യക്കുറിയുടെ ദിവസേനയുള്ള നറുക്കെടുപ്പുകളിൽ ഒന്നാം സമ്മാനം 1 കോടി രൂപയാണ്. എന്നാൽ പാർലമെന്റിന്റെ പ്രവർത്തനത്തിന് ഓരോ മണിക്കൂറിലും ചിലവാകുന്നത് 1.5 കോടി രൂപയാണ്. ഒരു പ്രവൃത്തി ദിവസം ചിലവാകുന്നത് 9 കോടി രൂപ. ഇത്രയധികം ചിലവ് ഉയർന്നു വരുന്നത് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയങ്ങളിലാണ്. ചിലപ്പോൾ ചർച്ചകൾ അർദ്ധരാത്രി വരെയും നീളാറുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഉള്ളത് നമുക്കാണ്. ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രമാണ് ഈ പാർലമെന്റ്. ലോക്സഭയും രാജ്യസഭയും ചേരുന്നതാണ് പാർലമെന്റ്. പാർലമെന്റിന് എല്ലാ വർഷവും 3 സമ്മേളനങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് ബഡ്ജറ്റ് സെഷൻ ആണ്. അടുത്തത് സമ്മർ സെഷൻ അല്ലെങ്കിൽ വേനൽക്കാല സമ്മേളനം. മൂന്നാമത്തേത് വിന്റർ സെഷൻ അല്ലെങ്കിൽ ശീതകാല സമ്മേളനം. പാർലമെന്റിന് ഓരോ ദിവസവും കോടികൾ ചെലവ് വരുന്നത് നിരവധി കാര്യങ്ങൾ ചേർത്ത് കൂട്ടുമ്പോഴാണ്. മന്ത്രിമാരുടെയും എംപിമാരുടെയും ശമ്പളം, അലവൻസുകൾ, സുരക്ഷ, വൈദ്യുതി, അറ്റകുറ്റപ്പണികൾ, ജീവനക്കാരുടെ ശമ്പളം, മറ്റ് പ്രവർത്തന ചെലവുകൾ. അങ്ങനെ ഒരു വർഷം പാർലമെന്റിന്റെ പ്രവർത്തനത്തിന് ചെലവായി ആകെ വരുന്നത് 600 കോടി രൂപയാണ്. ഇത്ര വലിയ ചിലവ് വരുന്നത് കൊണ്ട് ചിലവ് കുറയ്ക്കുവാനായി സമ്മേളനം വേണ്ടെന്ന് വയ്ക്കുവാനും പറയരുത്. കാരണം സമ്മേളനങ്ങൾ നടന്നില്ലെങ്കിൽ പോലും ഈ ചിലവ് ഉണ്ടാകും. എന്നാൽ ഇവിടെ സമ്മേളനങ്ങൾ നടന്നില്ലെങ്കിൽ അത് ജനങ്ങൾക്ക് വലിയ നഷ്ടമാകും. പാർലമെന്റിൽ 1 മണിക്കൂർ ബഹളം വെച്ച് പോകുമ്പോൾ 1.5 കോടി രൂപയാണ് നഷ്ടമാകുന്നത്. അങ്ങനെ 3 ദിവസം പോയാൽ 23 കോടി രൂപ. ആരുടെ പണമാണിത്? പൊതുജനങ്ങളുടെ പണം, നികുതിദായകരുടെ പണം. ലോക്സഭയിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുമ്പോൾ രാത്രി 12 മണി വരെ സമ്മേളനങ്ങൾ നീളാറുണ്ട്. അതുപോലെ തന്നെ പ്രത്യേക ബില്ലുകളൊക്കെ പാസ്സാക്കുവാനായി രാജ്യസഭയിലും അർദ്ധരാത്രി വരെ സമ്മേളനങ്ങൾ നീണ്ടുപോകാറുണ്ട്. ഇതിനിടെ വാക്കൗട്ടുകളും മുദ്രാവാക്യങ്ങളും കൂടിച്ചേരലുകളും ഒക്കെ നടക്കും. ജനാധിപത്യത്തിന് സംവാദങ്ങൾ ആവശ്യമാണ്, വിയോജിപ്പുകളും ആവശ്യമാണ്, ചർച്ചകളും സമവായങ്ങളും ആവശ്യമാണ്. പാർലമെന്റിന്റെ നടത്തിപ്പിനായി വർഷം 600 കോടി ചെലവിടുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. കാരണം ആ സ്ഥാപനം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുകയും ഓരോ പൗരനും അവരവരുടെ ആശയത്തിലും വിശ്വാസത്തിലും ജീവിക്കുവാനും കഴിയുകയുള്ളൂ. പാർലമെന്റിന്റെ ഓരോ ചെലവിന്റെയും ഒരു പങ്ക് നമ്മളുടെ കയ്യിൽ നിന്ന് പരോക്ഷമായി ചെലവാകുന്നതാണ്. പക്ഷെ അതിന്റെ പ്രവർത്തനം ശരിയായി നടക്കുമ്പോൾ അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കുമാണ്.